നമുക്കിന്ന് ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അത് രണ്ടായിട്ട് മുറിച്ച് പിന്നെ ചെറിയ പീസ്, അതിൽ ഒരു വലിയ ഉള്ളിയുടെ പകുതിയാണ് ഇത്. വലിയ ഉള്ളിയാണ്, നിങ്ങളുടെ ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരു ഉള്ളി, ഓക്കെ. ഒരു ബീട്രൂട്ട് മീഡിയം സൈസ്, മീഡിയം അല്ല, ഇച്ചിരി വലുതാണ്, മീഡിയത്തിനേക്കാളും വലിയതാണ് ഇത്. അത്രയും വലിയ ബീട്രൂട്ടിന് ഒരു വലിയ ഉള്ളിയുടെ പകുതി, അല്ലെങ്കിൽ ഒരു മീഡിയം സൈസോ സവാള, ഇതാണ് വേണ്ടത്. നമ്മളത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ബീട്രൂട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ചോപ്പറുള്ളവർ ചോപ്പറിലോട്ടിട്ടും ചെയ്യാം. ചെറിയ പീസസ്, വലിയ പീസസായിട്ട് ചോപ്പറിലോട്ടിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ അത് ആവശ്യത്തിനായിട്ട് അത് കട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ എനിക്ക് അതിനേക്കാളും ചോപ്പറിനേക്കാളും ഇഷ്ടം ഇങ്ങനെ അരിയുന്നതാണ്. ഇതാണ് എനിക്കിഷ്ടം. കുറച്ചൊരു ചെറിയ കഷ്ണങ്ങളായി കിടക്കുന്നതാണ് എനിക്കിഷ്ടം. അങ്ങനെ അരിയുമ്പോൾ വേറൊരു രുചിയാണ്, ഇങ്ങനെ അരിയുമ്പോൾ വേറൊരു രുചിയാണ്. അപ്പോൾ അരിയുന്നതിലുണ്ട് ചില വെജിറ്റബിൾസ് അരിയുമ്പോൾ അത് വയ്ക്കുന്നതിന് രുചി കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവും. ചിലർക്ക് ഇങ്ങനെ കഴിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് തീരെ ചെറുതായിട്ട് അരിയുന്ന സ്ക്രേപ്പ് ചെയ്ത് എടുക്കാം, അല്ലെങ്കിൽ ചോപ്പറിലിട്ടെടുക്കാം. അല്ലാതുള്ളവർക്ക് ഇങ്ങനെ അരിഞ്ഞ് ചെറിയ ക്യൂബ് പീസസായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതും അതുപോലെ അരിയണം. ഓണിയനും സവാളയും നമ്മൾ അതുപോലെ തന്നെ ചെറുതായിട്ടങ്ങ് അരിഞ്ഞെടുക്കണം. ചെറിയ ക്യൂബ് പീസസായിട്ട് എടുക്കാം, ഓക്കെ. അപ്പോൾ ഇത് അരിയേണ്ടത് കൈമുറിയാതെ നമ്മൾ ഞാൻ ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ട് പിന്നെ അത് നീളത്തിലാക്കിയിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ആദ്യമായിട്ട് പാചകം ചെയ്യുന്നവർക്ക് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇത് തുടക്കക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് ഞാൻ ഇടുന്നത്, കേട്ടോ. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഇത് ആവശ്യമായിട്ട് വരുമെങ്കിലോ എന്ന് ഓർത്ത് ഞാൻ ഇടുന്ന വീഡിയോകളാണ്. അപ്പോൾ മക്കളെ പോലെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഒരു ബീട്രൂട്ടിന് നമ്മൾ ഓണിയനും ബീട്രൂട്ടും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതുപോലെ കൈമുറിയാതെ വട്ടത്തിൽ സ്ലൈസ് ആയിട്ടിട്ട് പിന്നെയും അതിനെ നിറകെ നീളത്തിൽ അരിഞ്ഞിട്ട് പിന്നെയും അതിനെ ഒരുമിച്ച് ചേർത്ത് പിടിച്ച് കുരുകുരാന്ന് അരിഞ്ഞെടുക്കും. ഇങ്ങനെ അരിയുന്ന എളുപ്പമാണ്, കേട്ടോ. ഇങ്ങനെ അരിയുമ്പോൾ നമ്മൾ തോരൻ വയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം കുഴഞ്ഞു പോവില്ല. അതുമാണ് ഇങ്ങനെ അരിയുന്നത് ഞാൻ. അപ്പോൾ ചിലപ്പോൾ ചോപ്പറിലിട്ടാലോ സ്ക്രേപ്പ് ചെയ്തെടുത്താലോ അത് നമ്മൾ കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ കിടക്കുന്നത്, കുറച്ച് തുറന്ന് കിടക്കുന്നതാണ് എനിക്കിഷ്ടം. ഓണിയനും നമ്മൾ സവാള, ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഇതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇവിടെ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ നമ്മളെല്ലാത്തിനും സവാള തന്നെയാണ് ഉപയോഗിക്കുന്നത്. സവാള ഇട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എളുപ്പമുണ്ടല്ലോ. അപ്പോൾ സവാളയും ഇതുപോലെ ചെറുതായിട്ട് കുരുകുരാന്ന് നമ്മൾ അരിഞ്ഞെടുക്കണം. ഇങ്ങനെ വേണം നിങ്ങൾ കൊച്ചു പിള്ളേർ കൈമുറിയാതെ ഓണിയൻ ഇങ്ങനെ പകുതിയാകുമ്പോൾ തിരിച്ച് ഇങ്ങനെ ഇടണം. ഞാൻ ഇട്ടത് ഒന്ന് ശ്രദ്ധിക്കുക. പകുതിയാകുമ്പോഴത്തേക്ക് ചിലപ്പോൾ കൈ സ്ലിപ്പ് ചെയ്ത് മുറിയാനിടമുണ്ട്. അപ്പോൾ ഒന്ന് തിരിച്ച് ഇങ്ങോട്ട് ഇട്ടിട്ട് ബാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. കൈ മുറിയാതെ അരിയണം നിങ്ങൾ. ഈ സവാള അരിയുമ്പോൾ ചിലപ്പോൾ സ്ലിപ്പ് ചെയ്ത് പകുതി കൂടുതൽ ആകുമ്പോഴത്തേക്ക് ഒന്ന് ഇപ്പുറത്തോട്ട് മറിച്ചിട്ട് ഇടണം. ഉണ്ടോ, ഇതേപോലെ നിങ്ങൾ അരിഞ്ഞെടുക്കണം. ഇനി ഒരു സൈഡ് ബീട്രൂട്ടും കൂടെ ഉണ്ട്, അത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. കണ്ടോ, അരിയുന്നുണ്ടോ? പിന്നെ വട്ടത്തിൽ സ്ലൈസായിട്ട് അരിയുക. എന്നിട്ട് അതിനെ വീണ്ടും തിരിച്ചെടുത്ത് നീളത്തിലോട്ട് അരിയണം. ഒരുമിച്ച് പിടിച്ച് നീളത്തിലേക്ക് ഉണ്ടാവും. ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് പിന്നെയും ഒന്നുകൂടെ കുരുകുരാന്ന് അരിയാൻ പറ്റും നിങ്ങൾക്ക്. കണ്ടോ,
ഇങ്ങനെ ഒരുമിച്ച് പിടിച്ചിട്ട് സ്ലൈസാണല്ലോ. ഇപ്പോൾ ഇനി അതിനെ ഞാൻ നെടുകെ നീളത്തിലരിയും. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് നീളത്തിൽ കിട്ടും. മെഴുക്കുവരട്ടിക്കൊക്കെ നമ്മൾക്ക് ഇതുപോലെ അരിഞ്ഞാൽ മതി. ഈ നീളത്തിൽ അരിഞ്ഞാൽ മതി കേട്ടോ. ഇങ്ങനെ ബീട്രൂട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ നീളത്തിലരിയുന്നത് നല്ലതാണ്. നീളത്തിലരിഞ്ഞു. എന്നിട്ട് നിങ്ങൾ കട്ടിംഗ് ബോർഡിൽ വെച്ച് തന്നെ അത് ഒരുമിച്ച് കുഴക്കിട്ടാണ് അരിഞ്ഞെടുക്കണം. അപ്പോൾ അങ്ങനെയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു പാൻ ചൂടാക്കി അത് കടുക് വറുത്തിനി നമുക്ക് അരിഞ്ഞ സാധനങ്ങൾ നമുക്ക് ഇടാം. ബീട്രൂട്ടും സവാളയും അരിഞ്ഞത് നമ്മൾ ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കണം. ഒരുമിച്ചിട്ട് കൊടുത്ത് നമുക്ക് ഈ സമയത്ത് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തിട്ട് നമ്മൾ അടച്ച് വെച്ച് കൊടുക്കാൻ നോക്കണം. കുറച്ച് എണ്ണ, ഒരു ഇച്ചിരി കൂടി ലേശം എണ്ണ കൂടെ ചേർക്കണം കേട്ടോ. കടുക് വറുത്ത എണ്ണ മാത്രം പോരാ, കുറച്ചുകൂടെ എണ്ണ, കുറച്ച് എണ്ണ കൂടെ ചേർത്ത് നമ്മളത് എല്ലാം ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കണം. നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. കുറച്ച് നേരത്തേക്ക് നമുക്കൊന്ന് അടച്ച് വേവിച്ചാലേ അത് നന്നായിട്ട് വേവും. കുറച്ച് നേരം ഒന്ന് അത് വേവട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാൻ മറക്കരുത്. അടി പിടിക്കാതെ ഇളക്കി ഇട്ട് കൊടുക്കണം. വെന്തിട്ടില്ല, ഒന്നുകൂടെ നമുക്ക് ഇളക്കേണ്ടി വരും. ഒരുവിധം വെന്ത് തുടങ്ങി. ഇളക്കി ഒന്ന് ഇട്ട് കൊടുത്ത് അത് ആ എണ്ണയിൽ കിടന്നൊന്ന് നന്നായിട്ടൊന്ന് വേകട്ടെ. എണ്ണയിൽ വെള്ളം ഒഴിക്കണ്ട കേട്ടോ. വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. അതൊക്കെ ഏകദേശം വെന്ത് കേട്ടോ, മുക്കാലും വെന്തു. നമ്മളതിൻ്റെ കൂട്ട് ഇട്ട് കൊടുക്കുന്ന തേങ്ങയും സാധാരണ തോരനിടുന്നത് തന്നെയാണ്. തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം പൊടിച്ചതുണ്ടെങ്കിൽ ജീരകം പൊടിച്ചത്, പിന്നെ വെളുത്തുള്ളി ഉണ്ടെങ്കിൽ വെളുത്തുള്ളി 1-2 അല്ലി വെളുത്തുള്ളി ചതച്ചിടാം. വെളുത്തുള്ളി പൊടിയുള്ളവർക്ക് വെളുത്തുള്ളി പൊടി ഇടാം. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം നമ്മളിതെല്ലാം ഇട്ട് ഇളക്കിയിട്ട് കൊടുക്കണം. ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏത് സമയത്ത് വേണം ഉപ്പ് ചേർക്കാം. ആദ്യമേ ചേർക്കാം, അവസാനം ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എപ്പോഴും വേണോ ചേർക്കാം. അപ്പോൾ നമ്മൾ കൂട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം പൊടിച്ചതുണ്ടെങ്കിൽ അത്, വെളുത്തുള്ളി ചതച്ചതുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ പൊടി ഒക്കെ എല്ലാം കൂടെ ഇട്ട് നമ്മൾ ഇളക്കി. ആവശ്യത്തിന് തേങ്ങാക്കൂട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത്. ബീട്രൂട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ചോറിനോട് അത് മാത്രം മതി. നല്ല ടേസ്റ്റാണ് ചൂട് ചോറും. ബീട്രൂട്ട് എണ്ണയിൽ തന്നെ അതുണ്ടാക്കാൻ ശ്രമിക്കണം കേട്ടോ. അതാണ് ടേസ്റ്റ്. വെള്ളം ഉണ്ടാക്കിയാൽ അത്ര ടേസ്റ്റ് വരില്ല. എണ്ണ തന്നെ ഉപയോഗിച്ചാൽ മതി. എണ്ണയിൽ കിടന്ന് വേവുന്നതിന് കുറച്ച് ടേസ്റ്റ് കൂടുതലാണ്. കുറച്ചെണ്ണ വേണ്ടി വരും, എന്നാലും നല്ല ടേസ്റ്റാണ്. ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ചോറുണ്ണാം.